ഇന്നിപ്പോൾ LDF-ന്റെ കാര്യമെടുത്താൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം അടക്കം നടക്കുകയാണ്. അപ്പോൾ LDF ഒന്നാകെ തന്നെ വലിയ പ്രചാരണങ്ങളുമായി നിലമ്പൂരിലേക്ക് എത്തുന്നു. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ LDF വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് യുവാക്കളുടെ അടക്കം വോട്ട് പിടിക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടെ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകും. പുതിയ തെരഞ്ഞെടുപ്പ് അജണ്ടകൾ സെറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെ നൽകാവുന്ന വിവരങ്ങൾ? നമ്മൾ നിലമ്പൂരിൽ ഇതുവരെ കണ്ടത് ചെറിയ പ്രതികരണങ്ങൾ, അൻവറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ പ്രതികരണങ്ങൾ ഒക്കെയാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന കുറേ നേതാക്കന്മാരുണ്ട്. അങ്ങനെ ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹം എന്തായാലും ഇന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തൊരു ഹോട്ടലിലാണ്, സ്വകാര്യ ഹോട്ടലിലാണ്. ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിന് പുറകിലായിട്ടാണ് നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങൾ കാണുന്ന അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. വൈകിട്ട് 3:30ക്കാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളും എത്തുന്നുണ്ട്. LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും എത്തുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി, LDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് രാഷ്ട്രീയ കേരളം, നിലമ്പൂരിലെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. കാരണം മുഖ്യമന്ത്രി എന്തായിരിക്കും പറയാൻ പോകുന്നത്? അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രതികരണം നടത്തുമോ? അൻവർ അവിടെയും ഇവിടെയും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയെ മുഖ്യമന്ത്രി എങ്ങനെ കാണും? അതിന് പരിഹാസ രൂപേണ കാണുമോ? അതോ രാഷ്ട്രീയപരമായി മുഖ്യമന്ത്രി എന്തെങ്കിലും മറുപടി നൽകുമോ? ആ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇടതുമുന്നണിയുടെ അജണ്ട? ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് എന്തായാലും ഇന്ന് വ്യക്തമാകും. സ്വരാജിന്റെ പ്രചരണം അത് രാവിലെ 8 മണിയോടുകൂടി എടക്കരയിൽ നിന്ന് ആരംഭിക്കുകയാണ്. എടക്കരയിൽ വെച്ച് അദ്ദേഹം അവിടുന്ന് പര്യടനം ആരംഭിച്ച് അദ്ദേഹം ഉച്ചയോടുകൂടി തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെത്തി അവിടെ ചില സ്ഥാപനങ്ങളിലെയും നേതാക്കന്മാരെയും കണ്ട ശേഷം വൈകിട്ടോടുകൂടി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരും. നാളെയാണ് സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും വൈകിട്ടത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് LDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ജിൽസി.